നമ്മൾ ബാസിന്റെ ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഹോം തിയേറ്ററിന്റെ 5 ഇരട്ടി ബാസ് ഇതിൽ കിട്ടും. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അത് കണ്ടോ, ഒരു G-Bassന്റെ 2.1 നോർമൽ ഹോം തിയേറ്റർ ആണ്. ഇതിൽ 4 ഇഞ്ച് സബാണ് ഉപയോഗിക്കുന്നത്. ഹോം തിയേറ്ററിനെ കൂടുതൽ ബാസുള്ള ഹോം തിയേറ്റർ ആക്കി മാറ്റാനുള്ള ടിപ്പാണ് ഈ വീഡിയോ കാണിക്കുന്നത്. 2.1 ഹോം തിയേറ്ററിനേക്കാളും 5 ഇരട്ടി ബാസ് ഈ മെത്തേഡ് യൂസ് ചെയ്താൽ കിട്ടും. ചെറിയ ടിപ്പാണ് കേട്ടോ, ഇത് അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് പോകാം വീഡിയോ. ഇതിന്റെ പുറകിൽ സ്ക്രൂ എല്ലാം ഉണ്ട്. സ്ക്രൂ എല്ലാം നമുക്ക് അഴിച്ചു വിടണം. അതേ നമ്മൾ സ്ക്രൂ വെച്ചിട്ടുണ്ട്. ഈ ബാക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് കുഞ്ഞു മൊടികൾ ഈ കണ്ടോ, TD20 ഇപ്പോൾ എൻ്റെ IC ഒരു 3 IC ഉള്ള ഹോം തിയേറ്റർ ആണ്. ഒരു ബാസ് സബിന് ഒരു IC, ലെഫ്റ്റ് ആൻഡ് റൈറ്റിൻ്റെ IC ആണ്. യൂസ് ചെയ്തേക്കാൻ 4 ഇഞ്ചിൻ്റെ ഒരു കുഞ്ഞു ഊഫറാണ്. ഈ 4 ഇഞ്ചിൻ്റെ ഊഫറിൽ നിന്നാണ്. ഈ 4 ഇഞ്ചിൻ്റെ ഊഫറിൽ നിന്ന് ബാസ് വന്നെങ്കിൽ ഒരു ലിമിറ്റ് ബാസ് വരുള്ളൂ. 4 ഇഞ്ച് ഊഫറിൽ നിന്നുള്ള ഈ ബാസിനെ നമ്മൾ 5 ഇരട്ടി ബാസ് ആക്കാൻ പോവാണ്. ഓൾറെഡി ഞാൻ ചെയ്ത് ഉപയോഗിച്ചാണ്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുകൂടെ കാണിക്കുവാണ്. ഇവിടെ 2 റെഡും ബ്ലാക്കും കേബിൾ ഉണ്ട്. ഇത് തന്നെ സബിലോട്ടുള്ള ഔട്ട്ലൈൻ ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സബിൽ നിന്നുള്ളൊരു കേബിളാണ്. അതായത് ഈ ബോഡിയിൽ നിന്ന് സബിലോട്ട് ഔട്ട് പോകുന്ന കേബിളാണ്. അത് നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോർഡിന്റെ സൈഡിൽ സ്ക്രൂ ഉണ്ടായിരുന്നു. ഇതിന്റെ ഔട്ട് കേബിൾ നമ്മൾ പുറത്തോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ബോർഡിന്റെ ഇവിടെ തന്നെ 2 ഹോൾ ചെറുതായിട്ട് വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കേബിൾ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ എടുക്കുവാണ്. ഇത് കണ്ടോ, ഈ ലൈൻ നേരെ പുറത്തോട്ട് എടുക്കുവാണ്. ഇതേണ്ടോ, റെഡ് ആൻഡ് ബ്ലാക്ക് ലൈൻ നേരെ പുറത്തോട്ട് എടുത്തേക്കുവാണ്. അകത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ വീട്ടിൽ മുറുക്കി വെക്കാൻ പോവാണ്. നമ്മളിത് ഹോം തിയേറ്റർ ബാക്ക് മുറുക്കി വെച്ചിട്ടുണ്ട് പഴയതുപോലെ. അപ്പൊ അതിന്റെ ആകെ നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ സബിന്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് തിയേറ്ററിന്റെ വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഇതാണ് ഐറ്റം. ഇപ്പൊ നമ്മള് കുറെ നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചെണ്ട വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് 6 ഇഞ്ചിന്റെ ഊഫർ ഇറക്കിയിട്ട് ഞാൻ അസംബിൾ ചെയ്തതാണ്. നമ്മൾ ഈ ചെണ്ടയിലോട്ട് ഇത് സ്ക്രൂട്ട് മുറുക്കി വെച്ചേക്കുവാണ്. കണ്ടോ, ഇത് കുറെ നാൾ ഉപയോഗിച്ച് പോയതാണ്. അതായത് ഈ ചെണ്ട ക്യാബിൻ കിട്ടും. ഈ ക്യാബിൻ വാങ്ങിച്ചു കഴിഞ്ഞാലും 500-600 ഉള്ളൂ. ആ ക്യാബിൻ വാങ്ങിക്കുക, ഒരു ഊഫർ പഴയത് ഒപ്പിക്കുക, അല്ലെങ്കിൽ പഴയത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അതോട്ട് സ്ക്രൂ ഇത് മുക്കി പിടിപ്പിക്കുക. സ്പീക്കർ കേബിൾ എടുക്കുക. ഇത് പോസിറ്റീവ് നെഗറ്റീവായിട്ടും ലൈൻ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് അനുസരിച്ച് കൊടുക്കുക. പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ് പോസിറ്റീവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇത് പ്ലഗ് കൊടുക്കുക, നമ്മൾ ഓഡിയോ കൊടുക്കുക. ഇതിനകത്തിരിക്കുന്ന 4 ഇഞ്ചിന്റെ ഓഫർ ക്യാൻസൽ ചെയ്തേക്കുവാണ്. നമ്മൾ അതിന് പകരം 6 ഇഞ്ചിന്റെ ഓഫർ ഇറക്കുക. അപ്പോൾ പലരും ചോദിക്കും, 4 ഇഞ്ചിന്റെ ബോർഡിന് 6 ഇഞ്ചിന്റെ ഓഫർ കൊടുത്ത കത്തിപ്പോയില്ലെന്ന്. ഒരിക്കലും കത്തിപ്പോയില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കണത് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. നോർമലി ആയിട്ട് വർക്ക് ചെയ്തു. വേറെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഉണ്ടായി. ഇതും കുറഞ്ഞ ഓംസിന്റെ ഓഫറാണ്. ഇതും കുറഞ്ഞ ഓംസിനാണ്, കുഴപ്പമില്ല. ഈ ഹോം തിയേറ്ററിന്റെ 5 ഇരട്ടി ബാസ് ഇതിൽ കിട്ടും. ഒരു 1.5 ഇഞ്ചിന്റെ പൈപ്പ് ഓൾറെഡി കിട്ടും. അതിന് നമ്മൾ നീട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. സബിന്റെ ഏകദേശം അടുത്തോട് കൊണ്ടുവയ്ക്കാം. ഇനി നമുക്കൊന്ന് പാട്ട് കേട്ട് നോക്കാം. ഇതാണ് നമ്മുടെ സബിന്റെ ഔട്ട്. ഇത് നമ്മൾ ടേപ്പ് ചെയ്ത് വെക്കണം, ഇൻസുലേഷൻ ടേപ്പ് അടിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻപുട്ട് പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓൺ ആക്കിയപ്പോൾ തന്നെ ഒരു ഒച്ച കേട്ടിട്ടുണ്ട്. ഇത് പാട്ട് കുത്താനുള്ള ലെഫ്റ്റ് റൈറ്റ് നമ്മൾ കുത്തി. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് പാട്ട് മൊബൈലിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് നമുക്ക് യൂട്യൂബിൽ കൂടെ കേൾപ്പിക്കാൻ പറ്റത്തില്ല. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും മ്യൂസിക് കേൾപ്പിക്കാനായിരിക്കും. കാരണം ഇത് ലൈവായിട്ട് കേൾപ്പിച്ച് ഞാൻ കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം സിനിമാ പാട്ടാണ് ഇട്ടേക്കുന്നത്. ഇതേ വോളിയം കൂട്ടി പാട്ട് വെക്കാൻ പോവാണ്. നമ്മൾ ഇതിന്റെ ബാസ് കാണിക്കാൻ വേണ്ടി കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഓഫറിൽ ഇട്ടിട്ട് പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. ബാസിന്റെ ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. നമ്മളിത് പാട്ട് പ്ലേ ചെയ്യാൻ പോണ്. ഇത് 2.1 ഹോം തിയേറ്റർ ആയതുകൊണ്ട് ഞാൻ ചെറിയ 6 ഇഞ്ചിന്റെ ഒരു ചെണ്ട. വലിയ സബും വലിയ ആമ്പ് ഹോം തിയേറ്ററൊന്നും കയ്യിലില്ലാത്തവർ, ഇതുപോലത്തെ കുഞ്ഞു ഹോം തിയേറ്റർ കയ്യിലുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക്. എല്ലാം കൂടി വന്നാൽ ഒരു 100-500 രൂപ താഴെ വരുള്ളൂ. പഴയ ഓഫറൊക്കെ നമുക്ക് കിട്ടും, സ്ക്രാപ്പ് ഷോപ്പിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ 100% സക്സസ് ആണ്. ഈ ഹോം തിയേറ്ററിനേക്കാളും 5 ഇരട്ടി ബാസ് എന്തായാലും കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും. മറ്റൊരു കുഞ്ഞു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.